Your most favorite cameo in the movie? I can't pick one. Show. I can't do this. രണ്ടുപേരുടെ കാര്യം അറിഞ്ഞു. എനിക്കറിയോ, എനിക്ക് ഫസ്റ്റ് അറിയാം. മിലിന്റെ അമ്മയാണോ? പ്രൊഡക്ഷൻ നമ്പർ സംതിങ് കണ്ടു. സോ എല്ലാവരും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ഐ ജസ്റ്റ് അപ്ലൈഡ്. ഒരു നൈറ്റ് ആയിരുന്നു എനിക്ക് കോൾ വരുന്നത്. ഇപ്പോഴും എനിക്കറിയില്ല ദിസ് ഇസ് ലോക ആൻഡ് ആരൊക്കെ ഉണ്ടെന്ന് കംപ്ലീറ്റ്ലി നോ ഐഡിയ. Crying and crying and crying. I couldn't stop crying. She was brilliant. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട് ഷീ ഈസ് കമ്മിങ് ടു ദ സെറ്റിലാണെങ്കിലും ഭയങ്കര ചില്ലായിട്ടാണ് വരുന്നത്. പക്ഷെ വരുന്നു ഷീ ജസ്റ്റ് സ്ലേ ആൻഡ് ജസ്റ്റ് ഗോ ബാക്ക്. ട്രാൻസ്ഫർമേഷൻ എല്ലാവരും പറയുന്നത് റോസ് അവിടെ പകച്ച് ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെ എനിക്ക് കമന്റ്സ് ആയിരുന്നു. മറ്റേ ഉണ്ടല്ലോ റോസ് ഒന്നും കണ്ടിട്ടില്ല, റോസ് ഒന്നും കണ്ടിട്ടില്ല. സോ കമന്റ് സെക്ഷൻ ഫുള്ള് എനിക്ക് റോസ് ഒന്നും കണ്ടിട്ടില്ല. ദാറ്റ് ഈസ് സംതിങ് ഐ ഹവ് ഓൾസോ ഒബ്സർവ്ഡ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ലൈക്ക് വെരി ആ ഒരു എയർ ഇല്ല, ഞാൻ ഇത്ര വലിയ ആക്ടർ ഇത്ര അങ്ങനെ ഒന്നുമില്ല. എവ്രിബഡി വാണ്ട്സ് ആ ഫിലിം നന്നായിട്ട് അത്രേ ഉള്ളൂ. പൊളിയല്ലേ, അവർ ഇത് വെച്ചിട്ടായിരുന്നു എന്നെ കൊണ്ട് എപ്പോഴും ഞങ്ങൾ ഫൈറ്റിംഗ് ആയിരുന്നു അവിടെ വെച്ചിട്ട്. അത് കണ്ടുപിടിച്ചാൽ ഞാനൊന്നും തരില്ല. പക്ഷേ കണ്ണൂർ സ്ക്വാഡിലുണ്ട്. എനിക്ക് അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ വാസ് ജസ്റ്റ് ഈറ്റിംഗ് ചപ്പാത്തി, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ലോക സിനിമ കണ്ട ആരും ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ മറക്കാൻ ഒരു സാധ്യതയില്ല. ആ സിനിമയിൽ നീലിയുടെ അമ്മയായിട്ട് എത്തിയിട്ടുള്ള നിത്യശ്രീ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം കല്യാണിയുടെ ഉറ്റ ഫ്രണ്ട് ആയിട്ടുള്ള റൂസി ഓൾസോ. സോ രണ്ടുപേർക്കും വെൽക്കം. ഇത്രയും വലിയൊരു വിജയം ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ചിത്രം കണ്ടു. മൂവി ബസിന്റെ ഇടയിൽ ഭയങ്കര ചർച്ചയാണ്. ഇത്ര ഇമ്പാക്ട് പ്രതീക്ഷിച്ചിരുന്നു ലോകയിൽ? ഇല്ല. വി ന്യൂ ദാറ്റ് മൂവി നന്നായിട്ടുണ്ട്. എങ്ങനെ റിസീവ് ചെയ്യാം അത് ഞങ്ങൾക്കറിയില്ല. ലൈക്ക് വി ഹാഡ് നോ ഐഡിയ. We just knew we had done the best in the film. Every department, every person, we knew we had given our best shot, and then the rest was whatever. Yeah, rest was history actually. എങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞു? അതെ, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ലൈക്ക് they were saying so good because എൻ്റെ ഒരു പ്രോപ്പർ ഫസ്റ്റ് ക്യാരക്ടർ റോള് ലോകയിലാണ്. അപ്പോ അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ അതിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. സോ കണ്ടതിന് ശേഷം എല്ലാവരും why you didn't say it to me ആ ഒരു ഇതായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. ശരിക്കും ഇപ്പൊ നിത്യനാകുമ്പോ കുറച്ചുകൂടെ മേക്കപ്പ് ഒക്കെ ഉണ്ട്, കുറച്ച് ഡിഫറെന്റ് ലുക്ക് ഉണ്ട് ആ സിനിമയില്. ഇപ്പൊ വീണയ്ക്ക് കുറച്ചുകൂടെ ആളുകൾക്ക് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ റോസ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് പേര് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുന്നു. ശരിക്കും എങ്ങനെയാ ആ ഒരു ജേർണിയിൽ ആളുകൾക്ക് തിരിച്ചറിയുന്ന ഒരു ഇതൊക്കെ പറയുമ്പോഴത്തേക്കും? എനിക്ക് ആക്ച്വലി ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഏതെങ്കിൽ ആ മൂവിയിലെ മേക്കപ്പ് ഉണ്ട്, പിന്നെ ആ ഹെയർ ഉണ്ട്, ആ ഒരു ആദിവാസിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ലുക്ക് ഉണ്ടല്ലോ, അങ്ങനെ ആയില്ല. സോ ദേ വിൽ ബി ലൈക്ക് ഇത് ശരിക്കും നീലിന്റെ അമ്മയാണോ? Then once they realize they'll be like, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോ at that time when they're watching to recognizing I am the person who have done that, it is getting there. കുറച്ച് now ഇപ്പോ ഇൻസ്റ്റഗ്രാമില് when people see that they're like, oh you've done really good and all. But some people recognize and take pictures, so that's nice. ശരിക്കും എങ്ങനെ ലോക ജേർണി സ്റ്റാർട്ട് ചെയ്യണേ? പ്രോപ്പർ ഓഡിഷൻ. അതെ, ഞാൻ കുറെ മെയിൽ അയച്ച് ലൈക്ക് വി നോ ലൈക്ക് കാസ്റ്റിംഗ് കോൾസ് ഒക്കെ ഒരുപാട് വരില്ലേ. സോ അങ്ങനെ മൾട്ടിപ്പിൾ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ലോകയാണ് നമുക്ക് അപ്പൊ അറിയുന്നില്ലല്ലോ. സോ റാൻഡം ഒരു പോസ്റ്റ് വേഫെയറിന്റെ പ്രൊഡക്ഷൻ നമ്പർ സംതിങ് കണ്ടു. സോ എല്ലാവരും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ഐ ജസ്റ്റ് അപ്ലൈഡ്. ആൻഡ് ഒരു നൈറ്റ് ആയിരുന്നു എനിക്ക് കോൾ വരുന്നത്. ലൈക്ക് ഫ്രം ഒരു എ ഡി ദീപക് എന്ന് പറഞ്ഞിട്ട്. ഹി ജസ്റ്റ് കോൾ മീ ആൻഡ് ടോൾഡ് ഇങ്ങനെ ഫസ്റ്റിന് ഓഡീഷൻ ഉണ്ട്, സോ ജസ്റ്റ് കം. അങ്ങനെയാണ് ഐ എം സൈനിങ് ഇൻ ടു ദിസ്. അപ്പോഴും എനിക്കറിയില്ല ദിസ് ഇസ് ലോക ആൻഡ് ആരൊക്കെ ഉണ്ടെന്ന് കംപ്ലീറ്റ്ലി നോ ഐഡിയ. എനിക്ക് സോ ശാന്തിൻ്റെ ഞാൻ മുൻപേ വർക്ക് ചെയ്തിട്ടുണ്ട് സ്വീറ്റ് കാരം കോഫിയിൽ. സോ അപ്പോൾ ഞാൻ ചീഫ് എ ഡി ആയിട്ടുണ്ട്. ഷീ വാസ് ദി ആക്ടർ. ഞാൻ ചീഫ് എ ഡി ആയിട്ടുണ്ട്. പിന്നെ മൾട്ടി ടാലന്റഡ് അങ്ങനെ ഒന്നുമല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലേൺ അബൌട്ട് ഫിലിംസ്. എനിക്ക്
films ഭയങ്കര ഇഷ്ടമാണ്. So I want to learn more about films, so the front camera, back camera, whatever. So അങ്ങനെ ഇരിക്കുമ്പോൾ I was asking Shanti, I was telling solo ചെയ്തിട്ടുണ്ട്, പിന്നെ I have not done anything in സോളോയിലുണ്ടോ? സോളോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. I want to do more in Malayalam. And അപ്പോൾ I was shooting for പോർക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബിജോയ് നമ്പ്യാരുടെ ഫിലിം. So I was shooting for that, and that's when she had come to visit the set. Appo then she was telling ഞാൻ ഒരു കഥ I'm writing, we don't know how it's going to go. If there is something, I want you to be that person. അല്ലെങ്കിൽ I want somebody who's a performer. എനിക്ക് ഒരു പെർഫോമർ വേണം, എനിക്ക് ആക്ടർ വേണം, എനിക്ക് ഒരു പെർഫോമർ വേണം. So I said okay. പിന്നെ ഈ പ്രൊഡക്ഷൻ നമ്പർ 7 വേഫറിൻ്റെ അനൗൺസ്മെന്റ് ആകുമ്പോൾ ഷീ കോൾ മീ, ഷീ സെഡ് ഇങ്ങനെ റോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടില്ല, ഷീ ഡിഡ്ന്റ് ടെൽ മീ എനിത്തിങ്, ഷീ ഡിഡ്ന്റ് ടെൽ മീ ദാറ്റ് ദിസ് ഇസ് ഫോർ ലോക, ഈ പേരുണ്ട്, നത്തിങ്. ഷീ ജസ്റ്റ് ടോൾഡ് മീ ദിസ് ഇസ് മൈ ക്യാരക്ടർ, ഇങ്ങനെ ഉണ്ട്, ആൻഡ് ഐ വോണ്ട് യു ടു പ്ലേ ദിസ്, കെൻ യു ഡു ഇറ്റ്? ഐ സെഡ് ഓക്കെ. എനിക്ക് ഐ വോണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് മലയാളം ഫിലിം, സോ ഐ സെഡ് ഐ ഡു ഇറ്റ്, നോ പ്രോബ്ലം. ആൻഡ് പ്ലസ് എൻ്റെ ഫ്രണ്ട്സ് അത്ര പേരുണ്ടല്ലോ, അരുൺ ഉണ്ട്, പിന്നെ ശാന്തി വാസ് ദെയർ, പിന്നെ Dom and I became more closer after speaking about the film, about my character. So ഫോറസ്റ്റ് സീനാണല്ലോ കുറച്ചുകൂടെ തിയേറ്ററിലെ ഹെവി ഇമ്പാക്ട് ഉണ്ടാക്കി. റിലീസ് കഴിഞ്ഞിട്ട് എന്താ ഡോമിന് മെസ്സേജ് അയച്ചു? സോ ആ ഫോറസ്റ്റ് സീൻ നമ്മൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു ആ എനർജി ഞാൻ എങ്ങനെ പറയൂ, ഇറ്റ് വാസ് സച്ച് എ ഹാർട്ട് വാർമിങ്, ഒരു സ്നേഹം, ഒരു വിശ്വാസം, ഒരു ബന്ധം. ഇറ്റ് ബിക്കേം ലൈക്ക് എ ഫാമിലി. ഏതെങ്കിൽ ആ ഷൂട്ട് ആ ഫോറസ്റ്റില് നെറ്റ്വർക്ക് ഉണ്ടായില്ല. സോ മോർണിംഗ് 6 o'clock അവിടെ ഉണ്ട്, പിന്നെ ഈവനിങ് till 6 വരെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണം. ആൻഡ് നോ നെറ്റ്വർക്ക് ഫോൺ ചെയ്യെങ്കിൽ യു ഹാവ് ടു ഡു 5 kilometers up and down. So everybody used to be together, we used to come to set together, we used to eat together, stay together all the time. There's no phones, no distractions. So angane irukkumbo it was so magical, and plus everybody wanted to just give the best for the film. Adana avada kandu. It was magical to just be there and perform. So and appo njangal bayangara close aayi. Pinne once I saw the film, I couldn't stop crying. Like all these paparazzi people were taking pictures of me crying. I'm just holding Shanti and I'm crying and crying and crying. I couldn't stop crying because it was so beautiful to see what I saw with the visuals, and I was very happy. Then I messaged congratulations, like then he was like, everybody is telling, I don't know what to do. I said it's okay, enjoy this moment, it's really nice. കല്യാണിയുടെ ട്രാൻസ്ഫോർമേഷനിലെ സാക്ഷിയാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ട്രാൻസ്ഫോർമേഷൻ? എല്ലാവരും പറയുന്നത് റോസ് അവിടെ പകച്ച് ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെ എനിക്ക് കമന്റ്സ് ആയിരുന്നു. മറ്റേ ഉണ്ടല്ലോ റോസ് ഒന്നും കണ്ടിട്ടില്ല, റോസ് ഒന്നും കണ്ടിട്ടില്ല. സോ കമന്റ് സെക്ഷൻ ഫുള്ള് എനിക്ക് റോസ് ഒന്നും കണ്ടിട്ടില്ല, ഞാനേ കണ്ടുള്ളൂ അങ്ങനത്തേക്ക് ഒരു ഇതായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ് അല്ലേ. ഞാൻ ആ ഒരു ട്രാൻസിഷനിൽ ഉള്ളത് വാസ് ഐ ഗെസ് അതെന്റെ ബ്ലെസ്സിങ് ആയിരുന്നു. അല്ലേ, അതുകൊണ്ട് ഞാൻ ഐ ജസ്റ്റ് താങ്ക് ഗോഡ്. ആൻഡ് കാസ്റ്റ് ചെയ്തവര് വിവേക്, ഐ വാസ് ടെല്ലിങ് എന്നെ ഇതില് ഐ ഡോണ്ട് തിങ്ക് സോ നമ്മൾ ഈ ന്യൂ ഫേസസിനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ എത്താൻ പറ്റും എന്നല്ലേ. ലൈക്ക് സോ ഞാൻ ഒന്നേ പറയുള്ളൂ, ലൈക്ക് എല്ലാവരെയും അപ്ലൈ ചെയ്ത് ഫൈനലി കിട്ടി. അതെ, ശരിക്കും എങ്ങനെ അത് കൊറിയോഗ്രാഫി ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. കല്യാണം ഫൈറ്റ് ഔട്ട് ചെയ്തത് ഷീ വാസ് ബ്രില്യന്റ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട് ഷീ ഈസ് കമ്മിങ് ടു ദ സെറ്റിലാണെങ്കിലും ഭയങ്കര ചില്ലായിട്ടാണ് വരുന്നത്. പക്ഷെ വരുന്നു, ഷീ ജസ്റ്റ് ലേ ആൻഡ് ജസ്റ്റ് ഗോ ബാക്ക്. ആൻഡ് ഷീ ഈസ് വെരി സ്വീറ്റ് ടു. അങ്ങനെ ന്യൂ ഫേസ് ആണ് സംസാരിക്കുക, അങ്ങനത്തെ ഒന്നുമില്ല. എവ്രി വൺ ഇൻക്ലൂഡിങ് സഭ, കല്യാണി ആൻഡ് എല്ലാവരും, സാൻഡി, ഇവൻ എല്ലാവരും അവരെല്ലാവരും എല്ലാം കഴിയുമ്പോൾ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. അതൊരു ദാറ്റ് ഈസ് സംതിങ് ഐ ഹവ് ഓൾസോ ഒബ്സർവ്ഡ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ലൈക്ക് വെരി ആ ഒരു എയർ ഇല്ല, ഞാൻ ഇത്ര വലിയ ആക്ടർ, ഇത്ര അങ്ങനെ ഒന്നുമില്ല. എവ്രിബഡി വാണ്ട്സ് ആ ഫിലിം നന്നായിട്ട് വരണം, അത്രേ ഉള്ളൂ അവങ്ങള്. സോ ഓൾ ഓഫ് ദം, ഓൾ ദേ ഡു ഇസ്, ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് യു ആർ ലൈക്ക് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഓർ ദ ന്യൂവസ്റ്റ് ഓർ പ്രോബ്ലി ഈവൻ ദ ജൂനിയർ ആർട്ടിസ്റ്റ്. എല്ലാവരും ലൈക്ക് ദേ ഓൾ വാണ്ട് ടു കം ടുഗെദർ ആൻഡ് ഡു ദ ബെസ്റ്റ് ഫോർ ദ ഫിലിം.
I think that is such a fantastic work ethic to have, and I think it's awesome. ശരത് സഭ എങ്ങനെ ഉണ്ടായിരുന്നു ഡയലോഗ്? പൊളിയല്ലേ, അവർ ഇത് വെച്ചിട്ടായിരുന്നു എന്നെ കൊണ്ട് എപ്പോഴും ഞങ്ങൾ ഫൈറ്റിംഗ് ആയിരുന്നു അവിടെ വെച്ചിട്ട്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് സഭയായിട്ടുള്ള എന്റെ ഫസ്റ്റ് വർക്ക് അവന്റെ കൂടെയാണ് കോമ്പിനേഷൻ സീൻ. സോ ഇതാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് അല്ലേ? ആണ്. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് പിന്നെയാണ് തോന്നുന്നു കൊച്ചിയിൽ വന്നത്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. ബാംഗ്ലൂരിന്റെ ഫസ്റ്റ് സീൻ എന്താ? ബാംഗ്ലൂരാണ് കഫേ പിന്നെ ഫൈറ്റ് സീനാണ് കൊച്ചിയിൽ. അപ്പൊ അവിടെയാണ് സഭയും മീറ്റ് ചെയ്യുന്നത്. ഞങ്ങള് ഫസ്റ്റ് റാൻഡം ആയിട്ട് വന്നു. അപ്പോഴും എനിക്ക് അറിയില്ല, ഞാൻ ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെപ്പയുടെ ഒരു പടമില്ലേ സഭ, ഒരു പടമുണ്ട്, ലൈക്ക് എന്നെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു സഭ ആരാന്ന്. എല്ലാം ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞു ഹീസ് ഓൾറെഡി ലൈക്ക് ഫേമസ് ക്യാരക്ടർ ആണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വി ഹാവ് ടു ക്രോസ് ദാറ്റ് ലിമിറ്റ് അല്ലേ, ബിക്കോസ് അവർ ക്യാരക്ടേഴ്സ് ലൈക്ക് ഫൈറ്റിംഗ്, പിന്നെ ദേഷ്യമൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിക്കണം, പിന്നെ അവൻ എന്തെങ്കിലും റോസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോ ദാറ്റ് സീൻ അതൊക്കെ ഇങ്ങനെ എനിക്ക് ചിരിയായിരുന്നു ആദ്യം വന്ന്. പിന്നെ സെറ്റ് വാസ് ലൈക്ക് നോ അങ്ങനെയൊക്കെ പറഞ്ഞു യു ആർ കൂൾ. പിന്നെ അത് സെറ്റായി. പൊളിയാ, നല്ല ക്യാരക്ടറാ, നല്ല വൈബാ. ഡയലോഗ്സ് റിയാക്ഷൻസ് ചിരിച്ചുവോ? ഇല്ല, ബിക്കോസ് ഹിസ് റിയാക്ഷൻ ഇസ് നോട്ട് ദാറ്റ് ചിരിപ്പിക്കുന്നതല്ല. നമ്മളെല്ലാവരും ആ ഒരു മൂഡിൽ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്കറിയാം ചിരി വന്നാൽ എന്റെ ഇവിടെയൊക്കെ അറിയാൻ പറ്റും. ഐ കാൻ ഹോൾഡ് ദ ലാഫ്റ്റർ എവിടെയും. പെട്ടെന്ന് അത് ക്യാമറയിൽ വരുമല്ലോ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് സ്ക്രീൻ ഫേസും കൂടി ആയിരുന്നല്ലോ. സോ എനിക്ക് എന്റെ പ്രോപ്പർ ക്യാരക്ടർ റോൾ ഇതാ. ഞാൻ മുന്നേ ഒന്നും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ കാണാൻ പറ്റില്ല. കണ്ണൂർ സ്ക്വാഡിലുണ്ട് ഞാൻ. അത് കണ്ടുപിടിച്ചാൽ ഞാനൊന്നും തരില്ല, പക്ഷെ കണ്ണൂർ സ്ക്വാഡിലുണ്ട്. ഞാനൊരു ഡിന്നർ സീക്വൻസില് പോലീസിന്റെ മകളായിട്ട് മറ്റേ ഒരു പോലീസ് ഇല്ലേ ഇതില്, മറ്റേ തമിഴ് കിഷോർ സാറിന്റെ കൊച്ചായിട്ട് ഞാനൊരു ഡിന്നർ സീക്വൻസിലുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല, ബിക്കോസ് ഞാൻ ആർക്കും ചുമ്മാ ഞാൻ പ്രൊഫൈല് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി അല്ലേ ടീമില് വർക്ക് ചെയ്തുകൊണ്ട് ഐ ജസ്റ്റ് ഹാവ് ഡൺ ദാറ്റ്. ആൻഡ് ഒരു ചെറിയൊരു സീൻ ജസ്റ്റ് ഇങ്ങനെ വന്ന് ബൈ പറഞ്ഞ് പോകുന്നത്. അപ്പൊ അത് കാരണം ഇഫ് സംബഡി ആസ്ക് ആൾസോ എനിക്ക് അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ വാസ് ജസ്റ്റ് ഈറ്റിംഗ് ചപ്പാത്തി, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇതെനിക്ക് പറയാം, ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്യാരക്ടർ. എക്സാക്ട്ലി. ശരിക്കും ആ കുട്ടിയുടെ ഫൈറ്റ് എത്രത്തോളം എക്സൈറ്റ് ചെയ്തിരുന്നു? 8 days I think. 8 days ഞങ്ങൾ നൈറ്റ് ആൻഡ് ഡേ ഞങ്ങൾ റിഹേഴ്സ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും യാനിക് ബെൻ വന്നിട്ടുണ്ട്. പിന്നെ അവർ ആ ഡീറ്റെയിൽസിൻ്റെ ഹി വാസ് വെരി വെരി പെർട്ടിക്കുലർ. ആൻഡ് പ്ലസ് കൊച്ചിക്ക് ഷി വാസ് വെരി ഗുഡ് അറ്റ് മാർഷൽ ആർട്സ് അല്ലേ. സോ അവിടെ പപ്പ അവിടെ ഉണ്ട്, മമ്മി അവിടെ ഉണ്ട്. സോ ദേ യൂസ് ടു ടെൽ ഒരുപാട് there was this one sequence where after she comes in, where I'm killed, she comes and she's holding me. And then scene varumbo they were like they said no, she got a little ankle twisted or something. Angana we all thought okay, shoot ini teerno ini, we won't shoot. But her parents were so supportive. They were like illa oru 5 minutes taruna. Then they took her aside, Durgana side like they took her, and then within 10 minutes she came back and she performed that scene. So she's so good, like she was so fantastic. And for her also it was like combination scene undalnallo. She had to give reactions for me getting killed. So every time she would do a take, I was always there in front of camera or behind camera to just say okay, I'm emoting, so that she can also emote the same feeling back, so that we can give the best for her. So അങ്ങനെ ഉണ്ട്. 2025 രണ്ട് സിനിമകൾ റിലീസ് ചെയ്തല്ലോ. തഗ് ലൈഫിൽ ഉണ്ടായിരുന്നു. തഗ് ലൈഫിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ലേണിംഗ് എന്താ? വർക്കിംഗ് വിത്ത് മാസ്റ്റേഴ്സ്. ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഒരു സറണ്ടറൻസ്. ഏതെങ്കിലും അത്ര വലിയ ആക്ടേഴ്സ്, അത്ര ഒരു പെരിയ ഡയറക്ടർ, പിന്നെ ആ സെറ്റ് ഇറ്റ്സ് വെരി ബിഗ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. എന്നെങ്കിൽ എവറിബഡി ഈസ് ഡൂയിങ് സംതിങ് ഓർ ദി അതർ ആൻഡ് ദേ ഓൾ വാണ്ട് ദ ബെസ്റ്റ്. ആൻഡ് പ്ലസ് യു ആർ സ്റ്റാൻഡിങ് വിത്ത് യുവർ ദ ബിഗ്ഗസ്റ്റ് ഹീറോസ്. കമൽ സർ, പിന്നെ സിംബു സർ, തൃഷ മാം, അഭിരാമി മാം, നാസിർ സർ, ഇത്ര പേരുണ്ട്. സോ യു ആർ ലൈക്ക് ഓക്കെ, ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ്, എന്താ ചെയ്യാം? സോ യു ജസ്റ്റ് ലേൺ. ആ ലേണിങ് അവർ ഓരോരോ ലുക്ക്, ഒരു ക്യാമറേൻ്റെ ഒരു ലുക്ക്, ഇല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുന്ന ഒരു വിധം, all of these things are a big learning. ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ടുണ്ട് അത്. അവിടെ ആ സെറ്റിൽ യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാൻഡ് ആൻഡ് സറണ്ടർ ടു ഇറ്റ് ആൻഡ്
അണ്ടർസ്റ്റാൻഡ് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ you will learn so much. You get to learn ഒരു 50 ലെൻസിൽ ഒരു ആൾക്കാരെ എങ്ങനെ ആക്ട് ചെയ്യണം, ഒരു 100 ഒരു ലോങ് ഷോട്ടിലെ എത്ര എനർജി തരണം, all of these things you will learn. അതൊരു മാസ്റ്റർ ക്ലാസ്സാണ്. സോ അത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സിനിമാ ജേർണിയിൽ നമ്മൾ ഓരോ ദിവസം ഓരോ ലേണിംഗ് ആണെന്ന് പറയുമല്ലോ, എന്തൊക്കെ പഠിച്ചു? ഞാൻ ഓരോ ദിവസം എവറി ഡേ ഇസ് എ ലേണിംഗ് ഓൺലി. കറക്റ്റ്. പേഷ്യൻസ്, സത്യമായിട്ട് പേഷ്യൻസ്. ബിക്കോസ് ഇൻഫാക്ട് വി വർ ജസ്റ്റ് ടെല്ലിംഗ്, on one side people come and tell, oh, you've done such a fantastic job, അടിപൊളിയാണ്, ഇത് ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്, നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഡെപ്ത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ നെക്സ്റ്റ് ഫിലിം എവിടെ വരണോ അറിയില്ലല്ലോ. എങ്ങൾക്ക് വി ഡോണ്ട് നോ വേർ ആർ നെക്സ്റ്റ് ഫിലിം ഇസ് ഗോയിങ് ടു കം, ഏതാ കഥാപാത്രം ഒന്നും അറിയില്ല. സോ ഇറ്റ്സ് എ ബ്ലാങ്ക് സ്പേസ്. ദ ഹൈസ് ആർ ഹൈ ആൻഡ് ദ ലോസ് ആർ ലോ. സോ ആ ബാലൻസ് നമ്മൾക്ക് വരണം. സോ അങ്ങനെ വരുമ്പോൾ യു ജസ്റ്റ് ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ യുവർ ക്രാഫ്റ്റ്. ആ ക്രാഫ്റ്റിനെ നമ്മൾ എങ്ങനെ ബെറ്റർ ചെയ്യണം, എങ്ങനെ നമ്മൾക്ക് ഒരു ക്യാരക്ടർ എങ്ങനെ ആ ഡെപ്ത് മോൾഡ് ചെയ്യണം, ആ ഡെപ്ത് എങ്ങനെ പോകണം, അത് ഐ തിങ്ക് ദാറ്റ് ഈസ് വെയർ വി ഹാവ് ടു ഗിവ് അവർ 100% എനർജി. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സെയിം തിങ്, പേഷ്യൻസ് ഫസ്റ്റ്. പിന്നെ ക്വിറ്റ് ചെയ്യാൻ പാടില്ല. whatever maybe interviews, I don't know what's your goal, I don't know what's എൻ്റെ ഗോൾ വേറെ ആയിരിക്കും. സെയിം വേസ് നിത്യാസ് ട്രൈ ചെയ്ത് ലൈക്ക് ഒരു certain time ആകുമ്പോൾ we will feel അല്ലേ to quit. that thing will be there. എവിടെയെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ യു വിൽ ഫീൽ ടു ലൈക്ക് ഡൺ. ബിക്കോസ് നമ്മളിപ്പോൾ ചെയ്ത് ഹോപ്പ് ആയിരിക്കും മേ ബി ഒരു വർക്കിൽ ഓക്കെ ദിസ് ഇസ് മൈ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വി ആർ എക്സ്പെക്ടിങ്. മേ ബി ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ അല്ലേ, ടോട്ടലി അത് പോവും. that happened to me my first film. That's what. അപ്പൊ അവിടെ ഹോപ്പ് ഇല്ലാണ്ട് ഷീ ട്രൈഡ് അല്ലേ? ഇല്ല, അത് ആ കറക്റ്റ് 100%. ഏതെങ്കിൽ ആ ഒരു ഹോപ്പ്, മോർ ദാൻ ഹോപ്പ്, ആ പെർസീവറൻസ് വേണം. ഏതെങ്കിലും ഇല്ലെങ്കിൽ you will not, ആ ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ there is nothing that you can do because you never know which film will become big, which film will flop, and when that call will come. when that call will come ഒന്നും അറിയില്ല. എനിക്ക് ഒരു ബ്ലൈൻഡ് ഗാമ്പിൾ ആണ്. പക്ഷേ അത് ആ ക്രാഫ്റ്റിൽ നമ്മൾ ഹൗ ഡു വി കീപ് മൂവിങ് ഫോർവേഡ്, ഹൗ ഡു വി നോട്ട് ലൂസ് ഹോപ്പ്. ഇല്ലെങ്കിൽ ബിക്കോസ് പീപ്പിൾ ടിൽ യു ബിക്കം ബിഗ്, നോ പീപ്പിൾ വിൽ നോട്ട് റിയലൈസ് ദാറ്റ് കീ you are actually actor, oh you're performing a hobby, are you doing a hobby, angane they will talk. They will never say, not many people encourage. They'll still think that oh she is doing something, it's a hobby, atra angane she's pursuing her hobby. പക്ഷേ ആ ബിഗ് ബ്രേക്ക് എപ്പോ കിട്ടൂ അത് നമ്മൾക്ക് ഒന്നും അറിയില്ല. സം പീപ്പിൾ വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദർ ഫസ്റ്റ് ഫിലിം, സം പീപ്പിൾ അത് കിട്ടില്ല. ഈ ചുറ്റിനുള്ളവരുണ്ടല്ലോ, ക്ലോസ് ഫാമിലി, ഫ്രണ്ട്സ്, ഇവരൊക്കെ സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? ഓ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. Yeah, but we don't know whom we will support. I don't know how's your experience like? Actually for me it's been very different. Some people, like some of my cousins, they all extremely well support me because they want me to do bigger and bigger, because there are so many times that I've come in the film for like 1 minute, not even a minute, and then there are films where I've done like full leads and everything. So angane irukumbo it is difficult to say which part what it is, but it's important to have a support system. Adu nan parayunu because it is because it's you're alone. It's a very lonely journey because you don't know what is coming next. You don't know how you can sustain in the industry, because 1 month you will have 4-5 work coming to you. The next 2 months you will not have anything. There will be no money. So there's a lot of pressure on the family also. They'll be like, oh, what is she doing? How, especially when I come from a very orthodox family. So for them to say that I'm even in the films, it's a very big thing. So my mother was my biggest support in all of these things. She was, illa nee po inde passion, you have to do this, you have to continue this. Adu angane oru protsaham oru thandittunda, it will become easier for you to go and get that goal. So adu oru passion will show in your film. Illengil it becomes very difficult. How is it for you? Mine was like my mom was the first support. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് നല്ല എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഐ ഡോണ്ട് നോ, ജേർണി വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. എനിക്ക് 100% സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്
ഇപ്പം ഇല്ല, ഇടയിൽ വന്ന ഫ്രണ്ട്സ് ഇപ്പം ഇല്ല. ഫൈനലി ഐ എം കീപ്പിംഗ് ഓൺ ട്രൈയിങ് അല്ലേ, ബിക്കോസ് എനിക്കിപ്പോൾ ഞാൻ തന്നെയാണ് ലൈക്ക് വർക്കിംഗ്. എനിക്ക് എല്ലാ കാര്യങ്ങളും നോട്ട് ജസ്റ്റ് മൂവിയിൽ കാണുമ്പോൾ വി ആർ ഔട്ട് ഒരു വലിയ ബിഗ് സ്ക്രീനിലുണ്ട്, ബട്ട് ബാക്ക് ആൻഡ് വി ഹാവ് സോ മച്ച് ഓഫ് പ്രോസസ് അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ സ്റ്റേജ് ചെയ്യുകയാണെങ്കിലും റെന്റൽ ആണെങ്കിലും ഓൺ ഹൗസ് ആണെങ്കിലും വെരി ലക്കി. ഇഫ് അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഇസ് നോട്ട് സ്മോൾ. സോ അങ്ങനെ ഒരു ലൈക്ക് ഞാൻ അങ്ങനെ വളർന്നതാണ്. സോ അത് I totally understand. That's what. So after 7, 8, in spite of doing a film as a lead, in spite of doing 7 films, people still were like, okay, you have done this, what next? There is no our grounding illa namalku. They'll be like, oh, what next? What are you doing next? Or if you're not doing anything next, then you're just, you, for everybody else, for the rest of the world, it's like, ബിഗ് സ്ക്രീനിൽ വന്നിട്ടുണ്ടല്ലോ, ദാറ്റ് ഈസ് സച്ച് എ ഫാന്റാസ്റ്റിക് തിങ്, ഇറ്റ്സ് ഓസം. പക്ഷേ അതിൻ്റെ പിന്നെ എത്ര ഒരു ഹാർഡ് വർക്ക് ഉണ്ട്, എത്ര സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ട്, എത്ര ടിയേഴ്സ് ഉണ്ട്, എത്ര ഡൗട്ട്സ് ഉണ്ട്, സെൽഫ് ഡൗട്ട്സ് ഉണ്ട്. അത് അറിയില്ല എല്ലാവർക്കും. there are good people, okay, ഇല്ലാന്ന് പറയുന്നില്ല, there are good people, but there will be people who can really talk behind also alle. Until unless you are winning, I don't think so ellavarum will appreciate you. So you should be able to handle alone. You should be able to understand who is there with you, who's not. Eppa venning leave ചെയ്യാം. So ആ ഒരു ഫേസിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ബട്ട് ഇപ്പോൾ when something is coming out and you are winning, people will definitely clap for you. Mainly എനിക്ക് strangers ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, to be honest, rather than the closest people. ഇപ്പൊ നിത്യ ആണെങ്കിലും she don't want to talk to me. I don't think so she want to pull me for this interview. I am telling like as a very good soul I am telling you, okay, nobody want to pull each other in this industry. എല്ലാവർക്കും ഇപ്പൊ ഞങ്ങൾ വരുമ്പോഴും പറഞ്ഞു, ആരെ വേണമെങ്കിലും എന്താ പറയാന്, ആർക്കും എടുക്കണ്ട, അല്ല പുള്ളി ചെയ്യേണ്ട കാര്യമില്ല, ഗ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ ഹെൽപ്പിംഗ് ഹാൻഡ് we don't know from whom we will get. So അങ്ങനത്തെ കേസിൽ എനിക്ക് എൻ്റെ ക്ലോസസ്റ്റ് പീപ്പിളിനൊക്കെ അതിലും കിട്ടിയിരിക്കുന്നത് ഇറ്റ്സ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. പക്ഷെ ദാറ്റ് ഈസ് എ ജേർണി. ആ ജേർണിയിലെ ആ ലെസൺ നമ്മൾക്കത് വേണം കണ്ടിപ്പായിട്ട്. ബിക്കോസ് വെൻ യു ആർ ഗ്രോയിങ്, നോ, എസ്പെഷ്യലി വെൻ യു ഗ്രോൺ അപ്പ് വിത്ത് സോ മച്ച് സ്ട്രഗിൾസ് അല്ലേ, somewhere down the line you feel, arey, they have been there, they could have helped me out a little bit, or they could have said something, 1 word, 2 words about it. So when you are in that position, you always try to help others. That's the only way you can grow in this industry. That's the only way you bring people up, you can bring newer talents into the industry. ഒരു സമൂഹം ഒരു കൂടും. സോ അങ്ങനെ ഒരു what do you call, not cult, what do you call that? It's like a team aano, not just team, like it's like one entire community, a community build out. Illengil it is just you are growing alone, and how long will you grow? At some point you will still come down, right? So you have to bring everybody together, and this I got to know from, this I saw in with all the films that I've seen. I always saw that some people kept repeating in the film. Like you take anybody for that matter. Like if you take a Rajnikant sir's film for that matter, or Mammootka's film for that matter, illengil Kamal sir films for that matter. There are certain actors who have been there from the beginning. So that is how you have to grow. It's not just because one person going is not the destination. The journey is, destination is not this one. Journey is the thing. So ആ ട്രാവൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു ബ്രിങ് പീപ്പിൾ അപ്പ്. സോ അങ്ങനെ ഉണ്ട്. ഈ ലോകക്ക് ഇത്രയും പാർട്സ് ഒക്കെ ഉണ്ടെന്ന്, ഇത്ര പാർട്ട് 1 2 3 4 അതൊക്കെ ഉണ്ടെന്ന് ഒരു ഐഡിയ എങ്കിലും അന്ന് ഇല്ല, എങ്ങനെയൊക്കെ അറിയില്ല. ഐ തിങ്ക് I know 2 and 3 are there. പക്ഷേ എത്ര പാർട്ട് എത്ര വിളിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഐഡിയ, കുറച്ചുകൂടെ ഫ്യൂച്ചറിലൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ്. അത് പറഞ്ഞിട്ടുണ്ട്. ഷീ ടോൾഡ് മീ, ഇത് ബ്രീഫ് ചെയ്യുമ്പോൾ ഷീ ടോൾഡ് മീ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ആ എല്ലാ പാർട്ടിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് പറയുമ്പോൾ ഈ പോയിന്റ്, ആ ഫോറസ്റ്റിലെ ആ സീക്വൻസ് ചന്ദ്ര എങ്ങനെ, നീലി എങ്ങനെ ചന്ദ്ര ആയി, ആ ഒരു റൂട്ടിന്റെ കോസ് ഈ പാട്ടാണ്. നീലി എങ്ങനെ ചന്ദ്ര ആയി, ഇല്ല നീലി, no, what I meant to say was from Neeli's perspective, she was Neeli and then she became Chandra in the film. Anganalle future le engane Chandra ai, Neeli engane Chandra ai. So angane parayumbo, so this becomes the starting point. So she said there are 2 3 this one, and she was very clear, you are going to die in this.
I was like, B, can I come back? She was like, I don't know. We'll see what will happen. അറിയായിരുന്നു ഒരു ചെറിയ ഹിന്റ് ആരെങ്കിലും തന്നായിരുന്നു? ഇത്രയും അത്രയും പാർട്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ നോ ലൈക് ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ ഏതൊക്കെയാണ് ആരൊക്കെ പ്ലേ ചെയ്യുന്നത് അതൊന്നും റിവീൽ ചെയ്തിട്ടില്ല. As I told, എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്രയും വലിയൊരു മൂവിയിലാണ് ഞാൻ കൊണ്ടുപോയി എന്നെ ലോഞ്ച് ചെയ്യിപ്പിക്കുന്നതെന്ന്. നോ ഐഡിയ. ഇല്ല, പക്ഷെ ദേ ടോൾഡ് ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഈ പാർട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ ബേസ് ആണ്. ഇത് ബേസ് കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടി ഫിലിംസ് ഉണ്ട്. That's what they had told, no? They gave a hope. Even Anirudh aanengilum, just casting director aanu Anirudh. He gave a hope. This is going to be something. Just do it. ആ ഹോപ്പിലായിരുന്നു ഞാൻ ഫുൾ നിൽക്കുന്നത്. That is 100%. Because ഞാൻ എനിക്ക് ശാന്തി ഫോൺ ചെയ്തിട്ട് വിളിക്കുമ്പോൾ I spoke to Vivek, I spoke to Arun 10,000 times. I said, do you think I should do this film? I don't know. ചെറിയ പാർട്ടാണല്ലോ, അറിയില്ലല്ലോ. Will I be able to pull it off? ഇത്ര ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുണ്ട്. I don't know if I'll be able to pull it off. അങ്ങനെ പറയുമ്പോൾ Vivek and Arun and Shanti, all the three of them were like, Nithya, we 100% believe in you. If there's anybody else who can pull this off, it is going to be you, because I don't think anybody can perform this as well as I know you can perform. So please, you have to do it. അങ്ങനെ പറയുമ്പോൾ അത് ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ then it became what it became. You done it well. Then I was like, okay. She proved me. Your most favorite cameo in the movie? I can't pick one. Sure. Kashtam. I can't do this. No, but I think I can be partial. അറിയായിരുന്നോ ശരിക്കും? Yeah, എനിക്ക് അറിയോ. എങ്ങനെയെങ്കിൽ when they were shooting, I was there. So അതിരപ്പള്ളിയിൽ ആ ഷൂട്ട് തീർന്നിട്ട് കഴിഞ്ഞിട്ട് when we came back, ഒരു one of the post credit scene ന്റെ sequence shoot ആയിരുന്നു. So I was there. So എല്ലാവരും ഉണ്ട് അവിടെ. So ഞാൻ കണ്ടു. അത് എത്ര വാട്ടി വെയിറ്റ് ചെയ്തു. ഐ മീൻ സോലോ ഐ ഹാവ് ഓഫ് കോഴ്സ്. ബട്ട് അപ്പോൾ അത് DQന്റെ പാട്ടല്ല, അത് ടൊവിന്റെ പാട്ടുണ്ട്. സോ the last end credit scene ഉണ്ടല്ലോ, സോ അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് there at that time. So I knew, but then they were like, don't tell this to anybody. I will not breathe about it. കുട്ടി ഒന്നും അറിഞ്ഞില്ല? കുട്ടി രണ്ടുപേരുടെ കാര്യം അറിഞ്ഞു. പിന്നെ ചില ആളുടെ അറിഞ്ഞിട്ടില്ല. രണ്ടുപേരുടെ കാര്യം എനിക്ക് അറിയായിരുന്നു, ബാക്കി അറിയില്ല. ടോവിയുടെ കാര്യമായിരുന്നു, DQയുടെ കാര്യം പറയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഫേസസ് കാണിച്ചു, എനിക്കറിയോ. എനിക്ക് ഫസ്റ്റ് അറിയാം. അത് ഞാൻ പറഞ്ഞല്ലേ, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ല. സോ ഞാൻ അതിരപ്പള്ളിയിൽ വരുമ്പോ നിമിഷ്, ഞാനും പിന്നെ ഡൊമിനിക്കും പിന്നെ എല്ലാ ഏഡിയും വി ഓൾ യൂസ്ഡ് ടു ബി ടുഗദർ അല്ലേ. സോ അപ്പോ ദാറ്റ് ലിറ്റിൽ, സോ ഞാൻ ഐ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. So why this story? Why who will come after this? Why this edit? Angine questions. Director experience. Experience. Angine tell no what happens. Angine varumbo appo Nimish paranju. He told me, he's like, this is the person, this is who is playing, this is what is happening. I said, oh, so this is the story you're doing. So angine or discussion aayittu parana. He didn't mean it to tell it to me like, oh, I'm going to reveal a secret. Character reveal cheyidilla. Chandra ശരിക്കും എന്തിനാ ഇവിടെ വന്നേന്നുള്ളത് കുട്ടിക്ക് അറിയാപ്പോ? ഇല്ല, much after I got to know. But പക്ഷേ when they told, we were discussing, it was very clear. എല്ലാ ഒരു റാപ്പ് ആയിട്ട് we have to keep it under the wraps, secret ആണ്. And we want people to have that impact, and we also wanted that. So we didn't want to tell anybody anything. ടെക്നിക്കലി ഇതിന്റെ ഒരു ഭയങ്കര ഗ്രാവിറ്റി ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് VFX ആണെങ്കിലും അതിന്റെ ടെക്നിക്കൽ സൈഡ് ഒക്കെ ആണെങ്കിൽ ഡയറക്ടർ പെർസ്പെക്റ്റീവ് ശരിക്കും എങ്ങനെ ലോക റേറ്റ് ചെയ്യണം? Oh my god, director, I think എനിക്ക് I don't know, I think it's one of the best I've seen. എന്നെങ്കിൽ എല്ലാവരും it was again ഇത് ഒരു collective effort ആണ് അവിടെ. ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക് ആയി, ഇല്ല ചമൻ ചാക്കോന്റെ എഡിറ്റിംഗ് ആണ്, ഇല്ല VFX, പിന്നെ നിമിഷ് എല്ലാവരും ആൻഡ് ആർട്ട് ഡയറക്ഷൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ജിത്തു ചേട്ടാ, എല്ലാവരും. സോ ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്. ആ കളക്റ്റീവ് എഫേർട്ടിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ റേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആൻഡ് പ്ലസ് ഐ എം വെരി വെരി സ്മോൾ ടു സീ വാട്ട് ദേ ഹാവ് ഡൺ. ബട്ട് ഐ ഓൺലി നോ ദാറ്റ് എല്ലാവരും ഒരു 150% തന്നിട്ടുണ്ട് ഈ ഫിലിമിക്ക്.
and I saw that first hand. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫസ്റ്റ് ഹാൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ ദ ഫോറസ്റ്റ് എത്ര പ്രശ്നമുണ്ട്. സംടൈംസ് there was too hot, ഇല്ലെങ്കിൽ no phones, no network, you can't go outside, you can't come back, there are wild animals. ആന കണ്ടിട്ടുണ്ട് 2-3 times I saw elephants and all. So അങ്ങനെ ഇത്ര ഡിസ്റ്റൻസിലെ, so we had a lot of these things coming and going, but and tiring അല്ലേ. ഓൾമോസ്റ്റ് 80 days ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് 15 days അത് കാട്ടില. ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ജോക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ എവറി ഡിപ്പാർട്ട്മെന്റ് അത് they used to just give their 100%. Sometimes they were not well, yet they would come and they'll say no, we'll do it. Doctor പോയി they'll just get one injection, come back to sit. They're like, എനിക്ക് വേണ്ട, എനിക്ക് റൂമിൽ പോകാൻ പറ്റില്ല, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. So like that's how they used to give 100%, and I've seen that. And ഒരു പ്രൊഡക്ഷൻ ചേട്ടാ ഒരു കോഫി തന്ന് നമുക്ക്, ഈവൻ ദാറ്റ് ഒരു ഫുഡ് പ്രൊഡക്ഷൻ ചേട്ടാ അല്ലെങ്കിൽ even them, they did their job with 100% dedication. That's true. It was never, I mean, by the time we finished a scene and come, I would not even have thought of drinking water. He would have come and given me water. Athara or dedication. So it's unbelievable what I saw. It was fantastic. That is why the film has become what it has become, I think. Alle? Yeah. You also? പിന്നെ I got very good treatment. ഞാൻ ഫസ്റ്റ് ഫേസ് ആയിട്ട് I thought, ഞാൻ അതാ പറഞ്ഞ ലൈക്ക് ഞാൻ ഇവിടെ ആരും പിക്ചേഴ്സ് പോലും ഐ ഡിഡ്ന്റ് ടേക്ക് ബിക്കോസ് ഐ വാസ് വെറീഡ്. ഞാൻ ഓക്കെ പോവുക ചെയ്യുക വരിക, അത് മാത്രമേ എൻ്റെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വെൻ ഐ ആം സീയിങ് ദെം ടോക്കിംഗ് ടു മീ, മനസ്സിലായോ, വൈ ദേ വുഡ് ഹാവ് ടോക്ക് ടു മീ അല്ലേ, അവർക്ക് അതിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ ദേ കെയിം ടു മീ, ദേ ടോക്ക് ടു മീ, ദേ വർ അപ്രീഷിയേറ്റിംഗ്, ദേ വർ വെരി വെരി നൈസ്. So I don't think so like they judge us like, you know, performance wise yes, പക്ഷേ I don't think so as a character അല്ലെങ്കിൽ ആരാണ് ബിഗിനർ ആരാണ് എക്സ്പീരിയൻസ്, you don't do that. It is one film, ആ ഫിലിമിലെ എല്ലാവരും ഉണ്ട്, ആ ഫിലിം നമ്മളുടെ ഫിലിമാ, അത്രേ ഉള്ളൂ. That was the goal, end goal, starting goal. In fact, I had messaged DQ and even Dom. I said, you guys have spoiled me. It's such a beautiful set, such a fantastic set. Everybody is so happy in this set because ഈ ഷൂട്ട് കഴിയുമ്പോൾ I was feeling very sad. I said, I want to stay back. I want to stay back. I want to stay 2 more days back. So I actually stayed back for 2 more days till they finished the shoot. If it was any other film, there are films where I've gone back and like, oh, shoot got over, okay, I want to go back home. പക്ഷേ ഇത് അങ്ങനെ അല്ല. It was so good. I was like, I don't want to go back home. I told him, you spoiled me. Ingane, you can't spoil me like this. Such a fantastic film crew. I've never. They're so kind. Everybody is so kind. Everybody is so generous. Everybody is so loving. And അങ്ങനെ ഒരു ഫാമിലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. സോ ഐ നെവർ മിസ്ഡ് മൈ ഫാമിലി. ഇറ്റ് വാസ് സോ ലവ്ലി ടു വർക്ക് ഓൺ യുവർ ഇത് പ്രൊഡക്ഷൻ ഹൗസ്. താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോൾ ഹി വാസ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ, മോർ വിൽ ഡു ടുഗെദർ എന്ന് പറഞ്ഞു. അത് ബിക്കോസ് ഐ വാസ് ലൈക്ക്, now if I go to another film I'll keep be comparing only, no, I'll be like, oh, this production is okay, ഇത് okay ആണ്, but that was even better. So അങ്ങനെ ഒരു വരൂ, പക്ഷേ ആ കമ്പാരിസൺ വരൂ. But I know this is like, this is more like my home. Correct. അത് നമ്മുടെ ഹോമായി, സത്യമായിട്ട് പറയണത് അത് നമ്മുടെ ഹോമായി. We never wanted to go to rooms and have separate gangs. അങ്ങനെ ഒന്നുമില്ല. Everybody one set, one film, one people, one everything. അങ്ങനെ ഉണ്ട് അല്ലേ? I never, even the big actors, all they never went to caravan. They all used to sit in chumma irikka. We all used to sit in front of the monitor. We used to keep talking, laughing. ഒരു ജോളി ആയിട്ടുണ്ട് ഒരു അറ്റ്മോസ്ഫിയർ. ഐ തിങ്ക് ദാറ്റ് പോസിറ്റിവിറ്റി ഷോഡ് എ ലോട്ട് ഓൺ സ്ക്രീൻ. പക്ഷേ ആരും ഒരു സ്ട്രെസ്സിൽ, ഓഫ് കോഴ്സ് ദ ഫിലിം മേക്കിംഗ് ഇറ്റ് സെൽഫ് ഇസ് എ ലോട്ട് ഓഫ് സ്ട്രെസ്, റൈറ്റ്? ബട്ട് ഇറ്റ് വാസ് നെവർ, ദ സ്ട്രെസ് ബിക്കേം more of an enjoyment. അത് ഇംഗ്ലീഷിൽ ഒന്നും ഉണ്ടല്ലോ, if you really love something then that doesn't become stressful for you. If you really enjoy your work, it doesn't become stress. This was the first film where I truly enjoyed myself so much that it never felt like stress for me. Right? For you also? Yeah. Definitely. I want to say that because ഞാൻ കുറേ കാലം കഷ്ടപ്പെടുന്നു ഫൈനലി ലോഞ്ച് ചെയ്താണ്. So yes.
റോസി പാർട്ട് 2 തിരിച്ചു വരും. ഐ വിഷ് എന്നൊക്കെ. നമ്മൾക്കത് അറിയില്ലല്ലോ. അത് ഡോമിനിക് കയ്യിലുണ്ട്, അത് ശാന്തി കയ്യിലുണ്ട്, അത് റൈറ്റേഴ്സ് കയ്യിലുണ്ട്. അമ്മയുടെ അമ്മയ്ക്കും തിരിച്ചാണ് കുഴപ്പം. അതെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കൊന്നും ആഗ്രഹമില്ലല്ലോ. പക്ഷേ വി ഡോണ്ട് നോ വെൻ ബട്ട് ഐ കീപ് ടെല്ലിങ്, ഐ സെഡ് ഡോം യു കിൽഡ് മീ, പ്ലീസ് ഗെറ്റ് മീ ബാക്ക്. മോനെ കം മോനെ, we'll do something. അങ്ങനെ he'll keep telling something like that. പക്ഷേ അറിയില്ലല്ലോ. But we need to know what is best for the film. If it is best for the film, then if they think that it is right for me to come back, then they will get me back. അല്ലേ? People are not just waiting for us, okay? People are waiting for so many people. Like such. ഫസ്റ്റ് പാർട്ടിൽ കിട്ടി അതന്നെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളെ രണ്ടുപേരുടെയും എത്ര വർഷം മേ ബി ഒരുപാട് എത്ര വർഷം കഴിഞ്ഞാലും ദിസ് ഫിലിം വിൽ ബി വെരി വെരി സ്പെഷ്യൽ മനസ്സിലായി. സോ പറഞ്ഞ കരിയറിൽ ഇനിയും ഒരുപാട് അത്തരം സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബിഫോർ കൺക്ലൂഡ്, ഇപ്പൊ കല്യാണിക്ക് മെസ്സേജ് അയച്ചിരുന്നു ശരിക്കും? ഇല്ല, ഞാൻ മെസ്സേജ് ചെയ്തിട്ടില്ല. പക്ഷേ ഐ ഡിഡ് ടെൽ ഡോം ദാറ്റ് just please let her know that she's done such a fantastic job. Inengil aarengilum nobody could have done what she has done, because when I met her after the rap, I met her after the rap, because we never had combination scenes. We were completely different. പക്ഷേ ആ റാപ്പ് പാർട്ടിയിൽ നമ്മൾക്ക് when I met her, what I saw of her to what I saw on screen, phenomenal. She's done such a fantastic job. So ലാസ്റ്റ് ഷൂട്ടിന് എന്താ പറഞ്ഞ കല്യാണി? She appreciated actually. എന്നത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ജസ്റ്റ് വന്നിട്ട് while she was leaving, she just hugged me and told the first role ആണ് ഞാൻ പറഞ്ഞു. I just told her, I went to her and I told her first debut ആണ് and with you ആണെന്ന് പറഞ്ഞു. She was like, I didn't expect it first role ഇത്രയും അധികം കട്ട്സ് ഒന്നും പോവാതെ പെട്ടെന്ന് ചെയ്തു തീർത്തു. ദാറ്റ്സ് നോട്ട് സില്ലി ആൻഡ് ഐ അപ്രീഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഹാഗ് ചെയ്തിട്ട് ലൈക്ക് ഓൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ ഗൂസ് ബംസ് അടിച്ചിട്ട്. അപ്പൊ കരിയറിൽ ഇനിയും ഒരുപാട് നല്ല വിഷയങ്ങള് നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ ദ